ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വി ആർ ഇൻ എ പോസ്ചർ ഓഫ് വർഷിപ്പ്. നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം, മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്താം, താഴെയിരിക്കണമെങ്കിൽ താഴെ ഇരിക്കാം. ആ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആരാധനയാണ്. മൈനസ് ഓൾ ദി മ്യൂസിക്, മൈനസ് ഓൾ ദി സോങ്സ്, മൈനസ് ഓൾ ദി ചർച്ച്, മൈനസ് ഓൾ ദാറ്റ് വി സീ അറൗണ്ട്. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാം മൈനസ് ചെയ്യുമ്പം വാട്ട് വി കം ടു ഇസ് യു ആൻഡ് ജീസസ്. ഞാനും കർത്താവും മാത്രം. ഇന്ന് നമ്മുടെ ആരാധനയിൽ പല കാര്യങ്ങളുണ്ട്. A lot of things attached. ഞാൻ ഈ പിടിക്കുന്ന മൈക്ക് വരെ ഈ ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ ഇതെല്ലാം മാറുമ്പോൾ, മൈക്ക് മാറി, സ്റ്റേജ് മാറി, എല്ലാം മാറുമ്പോൾ ഞാനും യേശുവും തമ്മിലുണ്ടെങ്കിൽ മുഖാമുഖം കാണുമ്പോൾ ഞാൻ എന്തു പറയുന്നു അതാ ആരാധന. യേശുവേ, ജീസസ്. പഴയ പാട്ട് ലീഡറുകൾ പാടാൻ ആഗ്രഹിക്കുന്നു. യേശുവിനടിസ്ഥാനം ആശ്രയവനിലത്രേ. യേശുവിനടിസ്ഥാനം ആശ്രയവനില, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ. നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവ് എൻ്റെ അടിസ്ഥാനം യേശുവാണോ? നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാലഘട്ടം. ആരാധിക്കുന്നവരെ ആരാധിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ, അല്ലേ? ഏറ്റവും നല്ല പാട്ട് എഴുതുന്നവരെ ആരാധിക്കുന്നത്, ഏറ്റവും നല്ലോണം ആരാധിക്കുന്നവരെ ആരാധിക്കുന്നത്, നല്ലോണം പ്രസംഗിക്കുന്നവരെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ, അല്ലേ? നമ്മൾ അറിയാതെങ്കിലും ഒരു ആരാധന പുരുഷൻ മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആരാധന പുരുഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. യേശു ആണോ എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം? യൂട്യൂബ് തുറന്നാൽ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ആരെ ആരാധിക്കണം? ഫോളോ മീ, അല്ലേ? സബ്സ്ക്രൈബ്, ഫോളോ. അത് ഏറ്റവും ആദ്യം പറഞ്ഞത് യേശുവാ, ഫോളോ മീ. The first one who said Jesus is Jesus. Follow me. Follow me. Jesus said follow me. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ആ ശബ്ദം, ഗലീല കടൽത്തീരത്തിൽ ശിഷ്യന്മാർ കേട്ട ശബ്ദം നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ടോ? കർത്താവേ, അതോ അതിൻ്റെ ഇടയ്ക്ക് പല ശബ്ദങ്ങൾ വന്നോ? തെറ്റല്ല, ദൈവം പലരെ ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. പാട്ട് എഴുതുന്നവർക്കായി നന്ദി, പ്രസംഗിക്കുന്നവർക്കായി നന്ദി, സഭകൾ നയിക്കുന്നവർക്കായി നന്ദി, പ്രാസംഗർക്ക് നന്ദി, കൺവെൻഷന് നന്ദി, എല്ലാത്തിനും. പക്ഷെ എൻ്റെ ആരാധന വ്യക്തി ആരാ? യേശുവിനടിസ്ഥാനം യേശുവിന്, ഓ യേശുവിനടിസ്ഥാനം ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവെ കണ്ടേ ഞാനും. എത്ര മധുരം! ഓ എത്ര മധുരമാവൻ നാമേ എനിക്കു പാർത്ത. ഓ എത്ര മധുരമാവൻ നാമ ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു
ചേർന്ന് പാടാം. ശബ്ദം യേശുവിൻ അടിസ്ഥാനം. ഓ യേശുവിൻ അടിസ്ഥാനം, ആശ്രയവനിലത്തെ ആശ്വാസത്തിൻ, ഓ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ഓ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവെ കണ്ടേ ഞാൻ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. യേശു പറഞ്ഞു, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ആമേൻ. ആ ജയത്തിൽ നമുക്ക് ഇതിനെ ജയിക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു രോഗം തന്ന് നമ്മളെ ഒന്നും പഠിപ്പിക്കത്തില്ല. പക്ഷേ ഈ ലോകത്തിൽ നമ്മളായിരിക്കും രോഗം വരും, അല്ലേ? നമ്മുടെ മേത്ത് മഴ പെയ്യും, അപ്പുറത്തും മഴ പെയ്യും, അല്ലേ? നമുക്കും പ്രശ്നങ്ങൾ, നമ്മുടെ വണ്ടി ഇടയ്ക്ക് നിന്ന് പോകും, അപ്പുറത്തെ വീട്ടിലെ വണ്ടി നിന്ന് പോകും. ഇതെല്ലാം നമുക്ക് രോഗവും ഇതെല്ലാം ഇവിടെ ഉള്ള പക്ഷെ അത് അതിജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. രോഗമെന്നെ പീഡിച്ച ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ച ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിട, വേഗം വരും. ആമേൻ. ദേഹം പുതുതാക്കി യേശുവിന്റെ അടിസ്ഥാനം, യേശുവിന്റെ അടിസ്ഥാനം, ആശ്രയവനിലത്തെ ആശ്വാസത്തിൻ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവെ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവെ കണ്ടേ ഞാൻ. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി യേശുവിന് മാത്രം ചെയ്യാൻ സാധിക്കുന്നു. ആമേൻ. ശോഭിത നീതി വസ്ത്രം ശോഭിത നീതി വസ്ത്രം യേശുവേ, യേശുവേ അടിസ്ഥാനം, ആശ്രയവനിലത്തെ, ഓ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. ഈ ലോകം ഒരിക്കലും നമുക്ക് ഒരു മിത്രമായിരിക്കത്തില്ല. This world is never a friend to us. ഈ ലോകത്തിലെ സിസ്റ്റം, ലോകത്തിലെ ഗവർണിംഗ് ഒന്നും ഇറ്റ്സ് നെവർ ഫ്രണ്ട്ലി ടു എ ചൈൽഡ് ഓഫ് ഗോഡ്. പക്ഷെ ദൈവം നമ്മൾ ഇവിടെ ആക്കിയിരിക്കുക. We are in this world but not of this world. അപ്പൊ നമ്മൾ പറയാം, കർത്താവ് ഈ ഒരു വൃത്തിയായിട്ട ഒരു സിസ്റ്റത്തിന്റെ നടുക്ക് എന്തിനാ ഞങ്ങളിങ്ങനെ വിട്ടേ? അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് വിട്ടിരിക്കുന്നത്. ആമേൻ. ആ ഒരു പ്രോസസ് ആ ഡിസൈപ്പിൾഷിപ്പ്, ആ ഒരു പ്രോസസ് ആ വർഷിപ്പ്, പാട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം. ഞാൻ ഓരോ ദിവസവും യേശുവിനെ എങ്ങനെ അനുഗമിക്കുന്നു, അത് ആരാധന. നമ്മളിവിടെ ബ്രദർ ബിബിൻ ഇവിടെ പാടി തുടങ്ങുന്നതിന് മുമ്പേ മേളിലെ ആൾക്കാർ ആരാധിക്കുന്നുണ്ടായിരുന്നു. ആരാ? ആൻസൺ. ആ മോൻ രാവിലെ ഞങ്ങൾക്ക് അവിടെ ചായയും കാപ്പിയും തരുമായിരുന്നു, പാക്കറ്റൊക്കെ എടുത്ത് പൊളിക്കുന്നു. അപ്പം ഞങ്ങൾ അവനോട് പറഞ്ഞു, മോനെ സ്റ്റേജിൽ പാടുന്ന അതേ വിശ്വസ്ത നീ ഇവിടെ കാണിക്കും, ഇതും ആരാധനയാണ്. ഞാൻ ഇന്ന് രാവിലെ അവനോട് പറഞ്ഞു, ഞാനും ബോസും കൂടെ പറഞ്ഞോളൂ,
ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്യുന്നതിന് സെയിം മാർക്കാണ് ബാക്കിൽ അവിടെ വെള്ളം എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം വീണപ്പോൾ തുടച്ച വ്യക്തി. നമ്മൾ എങ്ങനെ, വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ഇൻ വർഷിപ്പ്? പ്രീച്ചിങ് ഒരു ഭാഗം മാത്രം. കഴിഞ്ഞ ദിവസം രമേശ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞ് വളരെയധികം സ്പർശിച്ചു. ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആരാധന. കാരണം അതിനുവേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമ്മളില്ലെങ്കിൽ ദൈവം ആരാധന ഇല്ലാതെ ക്ഷീണിച്ചു പോകത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവം ആരാധന കൊതിയനാണ്. അങ്ങനെയൊന്നുമില്ല. ദൈവം കോടാനുകോടി ദൂതന്മാരും മൂപ്പന്മാർ വീണ് ആരാധിക്കുക. ദൈവം നമുക്കൊരു പ്രിവിലേജ് തന്നേക്കും ആരാധിക്കുക. ദൈവം കൊതി മൂത്ത് നമ്മളെ കുറെ സൃഷ്ടിച്ച് എന്നെ ആരാധിക്കുക അല്ല. ഹീസ് നോട്ട് എ വർഷിപ്പ് കൊതിയനല്ല. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. ആ പദവിയിലോട്ട് ദൈവം നമുക്കൊരു ചാൻസ് തന്നതാ ആരാധിക്കുവാൻ. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി ഈസ് ഗ്രേസ്. നമുക്കിവിടെ നിന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യത ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യേശു മുഖാന്തരം നമ്മൾ ഇന്ന് ഇവിടെ ഒറ്റയടിക്ക് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. The presence of God you experience is grace. God opened the way. പഴയ നിയമത്തിൽ എത്രയോ വിശുദ്ധന്മാർ കാത്തിരുന്ന ഒരു നിമിഷമാണ് നമ്മൾ ഇന്നിവിടെ ആസ്വദിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ സീനായി പറഞ്ഞത്, ഞാൻ സൈഡിൽ കൂടെ പോകും, നീ എൻ്റെ ബാക്ക് മാത്രം ഒന്ന് കാണും. ആ ദൈവസാന്നിധ്യം നമ്മൾ ഇന്നിവിടെ അനുഭവിക്കുക ഫ്രീ ആയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നമുക്ക് വേണ്ടി ചെങ്കടൽ രണ്ടാക്കി തന്നു ദൈവം. ജീവിതത്തിലെ സാഹചര്യങ്ങൾ രണ്ടാക്കി നമ്മളെ കടത്തിവിട്ടില്ലേ? അതൊരു ചെങ്കടലായിരുന്നു. നാളെ ഞാൻ എങ്ങനെ അത് കൊടുക്കും? God separated it. God split open and he made a way for us. ഈ ലോകം ഒരിക്കലും നമുക്കൊരു സുഹൃത്തല്ല. പക്ഷെ ഈ ലോകത്തിൽ ദൈവം നമ്മൾ ആക്കിയിരിക്കുക. ആമേൻ. ലോകം എനിക്കു വൈരി, ലോകം എന്നെ ത്യജിച്ചാൽ, ലോകം എനിക്കു വൈരി, ലോകം എന്നെ ത്യജിച്ചാൽ, കർത്താവ് യേശുവിന്റെ അടിസ്ഥാനം, യേശുവെന്നടിസ്ഥാനം, ആശ്രയവനിലത്രേ. യേശുവൻ, യേശുവെന്നടിസ്ഥാനം, ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേനാ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ. നമ്മുടെ ശബ്ദങ്ങൾ മാത്രം ചേർന്ന് യേശുവിനെ അടിസ്ഥാനം ചേർന്ന് യേശുവൻ. ലാസ്റ്റായിട്ട് എന്നാ പറഞ്ഞത്? കർത്താവേ എനിക്ക് നിന്നെ വേണമെന്ന്. കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് വേണം. ഞാൻ മിനിഞ്ഞാന്ന് പെട്ടെന്ന് എന്തോ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, when was the last time you cried out, say God, I want you, I want you Jesus.
നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് നമുക്ക് നല്ല സഭ വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല മക്കൾക്ക് നല്ല ഭർത്താക്കന്മാരെ ഭാര്യമാരെ കിട്ടണം. കർത്താവ് എനിക്ക് നല്ല സ്ഥലത്ത് വീട് വെക്കണം, നല്ല എല്ലാം നല്ല. But I want you, not the blessing but the blesser. I want you. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ കണ്ണ് നോക്കണമെന്നില്ല, കണ്ണുകൾ അടച്ചിരിക്കാം, ആരാധിച്ചുകൊണ്ടിരിക്കാം. Cause you're all I want. You're all I ever needed. Cause you're all I want. Help me know you I need. Very simple lines are. You're all I want. You're all I need. ലാസ്റ്റ് ലൈൻ ഇങ്ങനെ പറയുന്നു, ഹെൽപ്പ് മീ നോ ദാറ്റ് യു ആർ നിയർ. പലപ്പോഴും നമ്മൾ ഏറ്റവും പ്രയാസം നമ്മൾ വേറൊരാളെ വിളിച്ചു അറിയാതെ, കർത്താവ് എന്നെ ഒന്ന് ബലപ്പെടുത്തി, ദൈവം എന്നെ കൂടെയുണ്ട്. നേരത്തെ മിനിസ്റ്റർ ദേവദാസൻ പറഞ്ഞു കൂടെയുണ്ട്. That was a word. Danny said കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കണം, remind me to know that you are with me, God. പെട്ടെന്നൊരു മാനുഷിക സഹായം തേടുന്നതിന് മുമ്പേ കർത്താവ് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഞാൻ ഏത് വായിക്കണം, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കാനുള്ള കൃപ. Help me know that you are near. Sing it. You're all I want. You are all I want, Jesus. You're all I ever needed. You're all I want. Help me know, Lord. Help me know you. You're all I want. Yeah, yeah. You're all. Tell him, Lord, I want you. I want your presence. I want your hug. I want your embrace. Oh, I want to smell, Lord. I want to feel that you are with me. നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് കൂടെ ആരോ ഉണ്ടെന്നൊരു ഒരു ഉറപ്പ് വേണം. And he is there. Bible's word of God says, I will be with you. Period. അതിലൊരു സംശയമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കാമെന്നല്ല, ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിലല്ല. I will be with you. ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ, നിന്റെ കൂടെ. He is with you. എന്നേശുവല്ല നില്ലേനിയോരാ പറ, യേശുവിനോട് പറ, അങ്ങോട്ട് പറ, കർത്താവേ ഈ പാട്ടിലും നോക്കിയൊന്ന് പാട്. കണ്ണുകൾ അടച്ച് look to the throne. Look to him who sits on the throne. യേശുവേ, അങ്ങല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട. You are my everything. നമ്മൾ പാടുമ്പോൾ, നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു എന്ന് നമുക്കറിയാല്ലേ. നമ്മൾ ഈ പാടുന്ന ആറ്റിറ്റ്യൂഡ് ഏറ്റവും അടിയിലത്തെ പാട്ട് നല്ലതായതുകൊണ്ട് പാടാം, പാട്ട് അറിയുന്നതുകൊണ്ട് പാടാം, കുറെ നാളായല്ലോ എന്ന് വിചാരിച്ച് പാടാം. എന്നാൽ ഇതിൻ്റെ ഏറ്റവും അടിയിലൊരു തട്ടുണ്ട്. ദൈവം അവിടെ നോക്കും. He looks deep into our hearts. നമ്മൾ എവിടുന്ന ഈ പാടുന്നത്? ഇത് യേശു അല്ലാതെ ആരും വേണ്ടെന്ന് പാടുമ്പോൾ അതിനെ നമ്മൾ പാടുന്ന കാര്യം ടെസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ വരും നാളെ മറ്റന്നാളും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുമോ, കർത്താവേ എനിക്ക് നീ മതി, നീ മതി, നീ മതി. നമ്മൾ തള്ളപ്പെട്ട അവസ്ഥ വരുമ്പോഴും എനിക്ക് യേശു മതി എന്ന് നമ്മളെ
ദൃഢനിശ്ചയമായി പറയാൻ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയണം, എനിക്ക് യേശു മതി. അനുഭവത്തിൽ നിന്ന് പറയുക, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഈ പാരിലും എൻ രക്ഷക. ചേർന്ന് പാടാം. എൻ രക്ഷക, എൻ ദൈവമേ, പറയുന്നു വൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ. നമ്മൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നവർ വൻ ഭാരങ്ങൾ കണ്ടവരുണ്ട് ഇല്ലേ? ഒരു കരം പൊക്കിയോ, ഒരു സാക്ഷിയോ? നമ്മൾ കരം പൊക്കുന്ന സാക്ഷിയോ? നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ, അതോ ഞാൻ നാളെ ആത്മഹത്യ ചെയ്യുമോ എന്ന് വിചാരിച്ച് നമ്മൾ പിറ്റേ ഞായറാഴ്ച പള്ളിയിലുണ്ടായിരുന്നു. ആമേൻ. നമ്മളിപ്പോൾ ഞാൻ ചത്തു കളയാന്ന് വിചാരിച്ച ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ആഴ്ച പള്ളിയിലുണ്ടായിരുന്നു സ്തുതിക്കുവാൻ. ആമേൻ. വൻ ഭാരങ്ങൾ, പ്രയാസം വന്നപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു ഉറപ്പുണ്ട്, ഈ യേശു കൈവിടത്തില്ല, ഈ യേശു കൈവിടത്തില്ല. ആമേൻ. നിങ്ങൾ ആരും വിചാരിക്കണം നിങ്ങൾ ആത്മീയത്തിൽ ഭയങ്കര ചുരുങ്ങിയ, ഞാൻ വലിയ ആത്മീയൊന്നുമല്ല, ചെറുതായിട്ട് പള്ളി അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതികൂലം അതിജീവിച്ചതുകൊണ്ട് നിങ്ങളൊരു ആത്മീയനാണ്. യേശു ഇല്ലാതെ നമുക്കൊരു പ്രതികൂലം അതിജീവിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളൊരു പ്രതികൂലം അതിജീവിച്ച വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, യേശു പറഞ്ഞ വാക്കിനാലാണ് നമ്മൾ അത്, by the word of God. Amen. ചെറുപാടാണ്. വൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടും നേരത്തു. വൻ ഭാരങ്ങൾ, വൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെവിടെയാ ചാതെ? നമ്മുടെ കൂടെ ആരാണ്? എൻചാരവേ, എൻചാരവേ, ഞാൻ യേശുവിനോട് വലിയ ധൈര്യം, വലിയ ധൈര്യം കർത്താവ് ജനത്തിന്. യേശുവിനോട് right now, Father, I speak boldness, a sense of belonging. Read Manosh Manandra Kelia Rama. നിങ്ങളുടെ പാട്ടാ യേശുവിനോട് പാടുന്നു, നിങ്ങൾ പാടുവാൻ. എന്റെ രക്ഷക, എൻ ദൈവമേ, എൻ രക്ഷക. One more time. എൻ രക്ഷക, എൻ ദൈവമേ, സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാട്ടോ, നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാം. നമ്മൾ പാടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് തന്നെ ചിരിക്കും അല്ലേ? ചിരിച്ചുകൊണ്ടും ചിരിയും കരച്ചും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് ദൈവസാന്നിധ്യം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശു നമ്മളെ പിടിച്ചാൽ പിന്നെ വിടത്തില്ല. കാരണം നമ്മുടെ കൂട്ടല്ല യേശു. നമ്മൾ വാക്ക് പറഞ്ഞാൽ മാറും. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും കർത്താവ് വിശ്വസ്തയോടെ, കാരണം കർത്താവിന്റെ പേര് മാറ്റാൻ പറ്റത്തില്ല. He is faithful. I cannot change myself, says the Lord, because I am faithful. നമ്മളെ സ്നേഹിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം. ആമേൻ. സ്നേഹത്തോടെ ശിക്ഷണത്തിൽ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നു. പണിഷ്മെന്റ് അല്ല, കറക്ഷൻ. സ്നേഹത്തോടുള്ളൊരു കറക്ഷൻ. God brings us back to Him. Amen. പ്രയാസങ്ങളും പ്രതികൂലവും എല്ലാം അതിജീവിച്ച ഒരു വലിയ ജനം ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ ദൈവമേ, ഞാൻ ആ പ്രയാസം പ്രതികൂലങ്ങൾ അതിജീവിച്ചെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ട്.
ആമേൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വലിയ പ്രശ്നം അതിജീവിച്ചെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ട്. അതിജീവിച്ചു എന്ന് പറഞ്ഞിരിക്കുമല്ല വേണ്ടത്. കർത്താവേ, എന്നെ വിടുവിച്ച ദൈവത്തിന്, എന്നെ മാരകമായ രോഗത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ദൈവമേ അതിനൊരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ഇന്ന് ജീവനോടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. അത് നിങ്ങൾ എത്ര ആത്മീയതയിൽ ഉന്നതമാണോ ലോ ആണോ, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യു. അത് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. ഹല്ലേലൂയ. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി. ആമേൻ. പ്രൈസ് ഗോഡ് ഫോർ ഡോക്ടേഴ്സ്, പ്രൈസ് ഗോഡ് ഫോർ മെഡിസിൻ. പക്ഷെ നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. ആമേൻ. നമ്മുടെ അന്തരങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ്. നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കാൻ എത്ര ബുക്ക് വായിച്ചാലും മാറത്തില്ല അല്ലേ? എത്ര സൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് പോയാലും നമ്മുടെ മനസ്സിനെയൊക്കെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. എത്രയോ നെഗറ്റീവ് തോട്ട്സിന് ദൈവം ഒരു നിമിഷം കൊണ്ട് ദൈവം അത് വൈപ്പ് ചെയ്തു. ഹല്ലേലൂയ. 10 സ്തോത്രം പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷം മാറും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനൊക്കെ നന്ദി എന്നൊരു 1 മിനിറ്റ് പറഞ്ഞു നോക്കിയോ, നമ്മുടെ അന്തരീക്ഷം മാറും. നമ്മുടെ നെഗറ്റീവ് അന്തരീക്ഷം മാറും. That is the power of the healing power of Yeshua. En shinida rogatilum nee maatrame vaidyan mata. രക്ഷക എൻ ദൈവമേ, come on. എൻ രക്ഷക എൻ assurance. Amen. നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറയാം, യേശു കൂടെയുണ്ട്. ഒരു വാക്ക് നിങ്ങൾ ബ്ലെസ് ചെയ്ത് പറഞ്ഞു. ഒരു വാക്ക് പെട്ടെന്ന് ദൈവാത്മാവ് പറയുകയാണെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു. ഒരു speak a word into your neighbor's life. Come on. Hallelujah. 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 ശക്തമായിട്ട് hallelujah. നമുക്ക് തന്നിരിക്കുന്ന എല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ശബ്ദത്തിൻ്റെ അകത്ത് വലിയ അഭിഷേകമുള്ളതുകൊണ്ടാണ് ദൈവദാസന്മാർ പറഞ്ഞത്, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഏതെങ്കിലും ജാഥയ്ക്ക് എന്ന് വിളിക്കാൻ കേട്ടിട്ടുണ്ടോ? അവര് ശബ്ദം തുറന്ന് അവർ വിളിക്കും അല്ലേ, മുദ്രാവാക്യം വിളിക്കും. ശബ്ദം തുറന്ന് ആ ശബ്ദം അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. പക്ഷെ നമ്മുടെ ശബ്ദം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശബ്ദം, ശരീരം, നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കണം. നമ്മൾ കൈയടിക്കുക മാത്രമല്ല, പതുക്കെ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാം വലിയ വിടുതലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രൊഫറ്റിക് മൂവ് ഉണ്ട്. ആമേൻ. നേരത്തെ ഡാനി നമ്മളെ കൊണ്ട് നമ്മളൊന്ന് പതുക്കെ ചാടാൻ നോക്കുമായിരുന്നു, ഡാൻസ് ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ചും കൂടെ ഡാൻസ് ചെയ്ത് നമ്മൾ നോക്കാൻ പോവുക. കാരണം പാസ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ബൈബിൾ പറയുന്നു പല സ്ഥലത്ത് നൃത്തത്തോടെ. നിങ്ങൾ ബൈബിൾ പറയുന്നത് ചെയ്യുന്നവരാണോ? ആക്ച്വലി അല്ല. നൃത്തം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന നല്ല ദൈവമക്കളാണ് നമ്മൾ. നൃത്തവും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദേവദാസന്മാരൊന്ന് കൺഫേം ചെയ്തേ. ഇല്ലേ രമേശ് പാസ്റ്റർ? നൃത്തത്തോടെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? നൃത്തവും ബൈബിൾ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളത് നൃത്തം മാത്രം അത് നമുക്കുള്ളല്ലോ, അത് സിനിമാറ്റിക്കാ അല്ല. ദാവീദ് നൃത്തം ചെയ്തു. നമ്മളെ മറക്കുമ്പോഴാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത്. ആമേൻ. അവിടെ അത് ആരാധന. നമ്മളെ ഒയ്യോ എന്നെ ആരെങ്കിലും കണ്ടാലോ, എൻ്റെ ഡാൻസ് കണ്ടാലോ, എൻ്റെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ,
അത് നമ്മൾ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളപ്പോഴാണ്. ശാരീരിക പ്രയാസവും പ്രായത്തിനൊക്കെ എനിക്കറിയാം. എന്നാലും നൃത്തം ചെയ്യാൻ പറ്റുന്നവരൊക്കെ നൃത്തം ചെയ്യണം. ആമേൻ, ആമേൻ. നമ്മളൊന്ന് പതുക്കെ എഴുന്നേറ്റ് ബൈബിളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ഇരിക്കാന്നൊക്കെ വിചാരിച്ച, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ചേർന്ന് പാടാം. യേശു തേരാ നാം सबसे यीशु तेरा नाम सबसे ऊंचा है. One more time sing it. यीशु तेरा नाम सबसे ऊंचा है. One more time sing यीशु तेरा नाम सबसे ऊंचा है. 1, 2, 3 sing यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम. Come on, lift it up. सबसे ऊंचा है. Okay, those of you who want to dance, come. There's some space. Come, youngsters. Somebody come. Come. I said come. But dance in that road in front of us. They don't do it. കുറച്ച് പേര് വന്നിട്ട് ഞാൻ പാടുന്നുള്ളൂ. Come on, from the back. Those who want to dance, come up to the front. Come on. Hey, hey, come on. We're going to praise Him, yeah. Arvila, that's it. Sisters, brothers, come on. Daidodwa. Hey, Yeshu tera naam. Come on, all the children, come. Come in the front. 1, 2, 3, go. Yeshu tera naam sabse ऊंचा है. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता वो ना चंगा. One more time. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता. Are you ready? जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है. Are you ready? 1, 2, 3. यीशु तेरा नाम सबसे ऊंचा है. One more time sing. यीशु तेरा नाम सबसे ऊंचा है. 1, 2, 3, go. यीशु तेरा नाम सबसे ऊंचा है. Celebrate, come on. यीशु तेरा नाम सबसे ऊंचा है. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता वो ना चंगाई. जिस नाम में है. Sing about the name, come on. The greatest name, the powerful name. नाम में है शांति, देता वो ना चंगाई. You ready? जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. 1, 2, 3, go. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे. बीमारी से गरीबी से शाप से छुड़ाता वो नाम है जो अंधों को रोशनी भी देता.
യേശു നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ തന്നെ യേശു നാമത്തിൽ വേദനകൾ വിട്ടുപോകട്ടെ. In Jesus name. Oh Rashmina tere kheliara. Come on. This name. जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम. Come on. 1, 2, 3, go. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम. One more time. बीमारी से गरीबी से शामों से छुड़ा. वो नाम है जो अंधों को रोशनी है दे. बीमारी से गरीबी से शाम से है छुड़ा. वो नाम है जो अंधों को रोशनी भी. You ready? जिस नाम में है यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम. Sing out the name. सबसे ऊंचा Jesus. यीशु तेरा नाम सबसे. Oh, in the name of Jesus. Oh, यीशु तेरा नाम सबसे ऊंचा है. One more time. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. ഷിനിജോ ഹിന്ദിയിൽ നൃത്തം ചെയ്ത് തമിഴിൽ നൃത്തം ചെയ്തല്ലോ. നേരത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞു ലാംഗ്വേജ് നോ ലാംഗ്വേജ് ബാരിയർ. எவ்வளோ பேருக்கு தமிழ் தெரியும்? எல்லாருக்கும் தமிழ் தெரியுமா? அங்கே பக்கத்தில் இருக்கு தமிழ்நாடு, திருநெல்வேலி பக்கத்தில் இருக்கு தமிழ்நாடு. எவ்வளோ பேருக்கு தமிழ் தெரியும்? இந்த இயேசு நீங்க இருக்க நீங்கள் சோர்ந்து போகாது. ஆமென். யார் உங்க பக்கத்தில் இருக்க? சொல்ல பக்கத்தில் இருக்க இயேசு என்ற பக்கத்தில் இருக்க. നിങ്ങൾ വിചാരിച്ച ഞാൻ ഈ നൃത്തത്തെ കുറിച്ച് പറഞ്ഞ് വെറുതെ എന്ന് വിചാരിച്ച ഇല്ല. നൃത്തം ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ആമേൻ. നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് 123 കിലോ ഉണ്ട്, എനിക്ക് ചാടാമെങ്കിൽ. എന്റെ ബ്രദറായി നിൽക്കുന്ന ബിപിൻ ഫാസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോഴേ പറഞ്ഞു ഒരേ റേഷൻ കടയിൽ ഞങ്ങൾ വാങ്ങിക്കായിരുന്നു. നമ്മൾ സന്തോഷം നൃത്തം ചെയ്യണം. ഫാസ്റ്റ് ഡാനി സെഡ് വേർഡ് നമ്മുടെ ചിരി മാറ്റാനാണ് നോക്കുന്നത്. വാങ്ങോ യാർ നൃത്തം ചെയ്യ. இயேசு நீங்க இருக்கையில்லை நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க இருக்கையில்லை நாங்க சோர்ந்து போவதில்லை. நீங்க எல்லாமே பார்த்துக்கொள்ளுங்க, நீங்க எல்லாமே பார்த்துக்கொள்ளுங்க. சும்மா கைகளும் காமிச்சுங்க. நீங்க எல்லாமே பார்த்துக்கொள்ளுங்க. லெஃப்ட் ரைட். நீங்க எல்லாமே பார்த்துக்கொள்ளுங்க. 1 2 3. இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போவதில்லை. இயேசு நீங்க
അഴകെല്ലാം നീങ്ങതാണ് என்னுடைய ஆசையெல்லாம் நீங்கதானே எனக்கு அழகெல்லாம் இயேசுதானே என்னுடைய ஆசையெல்லாம் இயேசுதானே இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போகவில்லை இயேசு நீங்க நம்மளை இயேசுவை குறித்து பாடுறே நாங்க சோர்ந்து போகவில்லை எனக்கு அழகெல்லாம் இயேசுதானே என்னுடைய ஆசையெல்லாம் ஓகே ready 1 2 3 6 அழகெல்லாம் இயேசுதானே என்னுடைய ஆசையெல்லாம் இயேசுதானே எனக்கு அழகெல்லாம் இயேசுதானே என்னுடைய ஆசையெல்லாம் இயேசுதானே இயேசு நீங்க இருக்கையிலே நான் சோர்ந்து போகவில்லை come on இயேசு நீங்க இருக்கையிலே நான் சோர்ந்து போகவில்லை நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க போய் தாயும் தகப்பனும் இயேசுதானே தானும் சுமதாக்கி இயேசுதானே தாயும் தகப்பனும் இயேசுதானே இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போகவில்லை இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போகவில்லை நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க நீங்க எல்லாமே பார்த்து கொள்வீங்க இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போகவில்லை one last time இயேசு நீங்க இருக்கையிலே நாங்க சோர்ந்து போகவில்லை hallelujah இயேசு யோமன hallelujah hallelujah amen amen നൃത്തം ചെയ്യാനും പാടുവാനും നടക്കുവാനും ഇരിക്കുവാനും എഴുതുവാനും എല്ലാം ദൈവം നമുക്ക് കൃപ തന്നു ആമേൻ ഹല്ലേലൂയ നമ്മൾ എത്രയോ പരീക്ഷകൾ എഴുതി പാസ്സായി ശരി നമ്മൾ പഠിച്ചു പക്ഷേ ദൈവത്തിന് കൃപയുണ്ടായിരുന്നു ആമേൻ ഹല്ലേലൂയ നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ പ്രസംഗിച്ചു ഓരോ ദൈവദാസന്മാരും ചോദിച്ചിട്ട് പറയും ദൈവത്തിന് കൃപയില്ലാതെ ഈ സ്റ്റേജിൽ കയറിയിരിക്കാൻ പറ്റത്തില്ല നമ്മൾ എത്ര ബൈബിൾ വെച്ച് പ്രസംഗം ഉണ്ടാക്കിയാലും എത്ര യൂട്യൂബിൽ നിന്ന് പാട്ട് പഠിച്ചാലും ദൈവകൃപയില്ലെങ്കിൽ അയ്യോ ആമേൻ കൃപയേറും കർത്താവിൽ വിശ്വാസം അതിനാൽ എന്തു നല്ല ആശ്വാസം ദുരിതങ്ങൾ ഓ ദുരിതങ്ങൾ കൃപ കൃപയൊന്ന് ആശ്രയം കൃപ കൃപയൊന്ന് വൈദികൾ വന്നാലും ഏതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈദികൾ വന്നാലും ഏതിരുയർന്നാലും കൃപ മതി എന്റെ ബലഹീനതയിൽ നല്ല ബലം ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ കൃപയൊന്ന് ആനന്ദമാ വൈദികൾ വന്നാലും
പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ കൃപ കൃപയൊന്നെ ആശ്രയം കൃപ കൃപയൊന്നെ ആനന്ദമാണ്. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ബലഹീനതയിൽ നല്ല കർത്താവിന് പുതുബലം കർത്താവ് ഞങ്ങളുടെ മേൽ യേശു നാമത്തിൽ new strength Lord in Jesus name we receive it Lord. Oh we give you praise. Oh ഇരുൾ പാതയിൽ അനുദിനമുടികൾ കൃപയാൽ ആശ്രയം കൃപ 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 കൃപയൊന്നെ ആശ്രയം കൃപ കൃപയൊന്നെ ആനന്ദമാണ്. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും Hallelujah. ശബ്ദമുയർത്തി Hallelujah. Hallelujah. Father, we declare your grace, Lord, this afternoon. കർത്താവിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേലുള്ള വലിയ ആ പദവിക്ക് നന്ദി കർത്താവേ. നമ്മുടെ വാകൾ തുറന്ന് നന്ദി പറയാം കർത്താവേ. വലിയ കൃപയ്ക്ക് നന്ദി. പ്രതികൂലം വന്നപ്പോഴും കർത്താവേ, പ്രയാസങ്ങൾ വന്നപ്പോൾ അതെല്ലാം അതിജീവിക്കുമെന്ന് അങ്ങ് നൽകിയ കൃപ. Oh, the grace of God. യേശുവിന്റെ നാമത്തിൽ the grace of God to overcome in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും മാറിപ്പോട്ടെ. Every fear in the name of Yeshua. Oh, we cast you out in Jesus name. എല്ലാ ഭയങ്ങളും മരണ ഭയങ്ങൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. കൃപ വർദ്ധിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ കുറവുള്ള ഏരിയകളിൽ കർത്താവേ കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റിബൽ ഖനാഷ് മിനാൻ ദിയാറ ബൽഖറോ യേശു എല്ലാ മരണ ഭയം എല്ലാ തോൽവി ഭയം വിട്ടുപോട്ടെ in Jesus name. ജനം കൃപ അനുഭവിക്കട്ടെ in the name of Jesus. Every hold of the enemy be gone in Jesus name. Father, we declare grace. Oh, ദൈവം നിന്നെ എന്ത് ചെയ്യുവാൻ ഏൽപ്പിച്ചോ അത് ചെയ്യുവാൻ തരുന്ന ശക്തിയാണ് കൃപ. ഈ ലോകത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി. അത് ചെയ്യുവാൻ നിന്നെ ബലപ്പെടുത്തുന്ന ശക്തിയാണ് കൃപ. Grace empowers you to do what God has assigned you to do. And every hindrance of the enemy. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ കണ്ടിരിക്കുന്ന പദ്ധതി എനിക്ക് നിവൃത്തി എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്നെ കണ്ടിരിക്കുന്ന വചനം പറയുന്നു, ദാവീദോ, David in his generation fulfilled all of God's purpose. എത്ര പേരായ കർത്താവേ, എന്നെ ഈ ഭൂമിയിൽ എന്നെ കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതി എന്നിൽ കൂടെ നിറവേറണം. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ we come against every work of the enemy, every mindset that is blocking people to believe grace. We bind it in Jesus name. We release grace, empowering grace. Rokosh minantiriara. വിശ്വസിച്ചോ? കർത്താവേ, ആ കൃപ ഞാൻ സ്വീകരിക്കുന്നു. I receive the grace. 2024 ദൈവം എന്നെ എന്തൊക്കെ ചെയ്യാൻ കണ്ടിരിക്കുന്നു അത് ചെയ്യുവാനുള്ള കൃപ ഞാൻ റിസീവ് ചെയ്യുന്നു. തുടർന്നുള്ള മാസങ്ങൾ ഞാൻ അത് ചെയ്യും. In the name of Jesus, I will do what God has appointed me to do. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതും ചെയ്യും. നിങ്ങളുടെ കൈ ഹൃദയത്തിലോട്ട് വെച്ച് പറ, ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഒരു പക്ഷേ ദൈവം തന്നിരിക്കുന്ന വിഷൻ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോ, അയ്യോ ഇതെങ്ങനെ ഞാൻ ചെയ്യും?
അതാ ദൈവത്തിൻ്റെ വിഷയം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ദൈവത്തിൽ നിന്നല്ല, അത് നമ്മുടെ പ്ലാനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ദൈവം ഏൽപ്പിക്കും. അതാ ദൈവത്തിൻ്റെ വിഷയം. That is God's dream. When you don't know what to do, God empowers you to do it. കർത്താവ്, Father, we lay down, ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഈ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പേർപ്പസ്, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Because you are worthy and you are on the throne. നമുക്ക് ഇനിയും അധികം ചെയ്യാനുണ്ട്. കാരണം കർത്താവ് സിംഹാസനത്തിലുണ്ട്. നമ്മളെ ശക്തനാക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ യേശു കർത്താവ്, He seated on the throne. हम गाए ओ ज़ना, तू राजाओं का है राजा, तेरी महिमा होए सदा, तू है प्रभु हमारा खुदा. Together. हम गाए ओ सना, you are king, तू राजा हो. Son, Lord, thank you for eternal life. Come on. You are King. You are King of Kings, seated on the throne. Yeshua, Yeshua HaMashiach. We give you glory. We give you praise. You are worthy, God. जिस नाम में है जिंदगी, वो नाम में है यीशु मसीह. जिस नाम में है बंदगी, वो नाम में. चलो बढ़े यीशु नाम से. यीशु नाम, Yeshua, it's one name. Yeshua, Yeshua, Yeshua,
यीशु नाम की जय। चाहे तुमको दिल से गाएगी मिलके तेरे नाम यीशु नाम की जय। One more time, say, चाहे तुमको दिल से गाएगी मिलके तेरे। Come on, look to Jesus. Tell him, Lord, your name. Your name. One name. Come on. Hey, जिस नाम में है जिंदगी, वो नाम है यीशु मसीह। जिस नाम में है बंदगी, वो नाम है यीशु मसीह। Oh, come on. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम। Sing that name. Speak that name. Jesus' name. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय। यीशु नाम, यीशु नाम, यीशु नाम, the powerful name, the healing name, the breakthrough name. One last name. Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam, Yeshu naam ki jai. Ella shabdanu matram. Yeshu naam.